ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം എല്ലാ സമയത്തെയും ഒന്നും ഇത്തവണയും ശ്രദ്ധേയമായി. ക്ഷേത്രനടയിലും നഗരത്തിലെ സ്വന്തം വീടുകളിലൊക്കെയായിരുന്നു അവർ പൊങ്കാല അർപ്പിച്ചത്. പതിവ് പോലെ ഇത്തവണയും സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊപ്പം മകൾ ഉണ്ണിമായ ഔദ്യോഗിക വസതിയിൽ പൊങ്കാല അർപ്പിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് അത് ഭംഗിയാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ. ഇതൊരു ഫെസ്റ്റിവൽ അല്ല, ആഘോഷമല്ലേ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പത്നി മേഘ അർലേക്കർ ലോക്ഭവന് മുന്നിൽ പൊങ്കാല അർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, ദിവ്യ എസ് അയ്യർ എന്നിവരും പൊങ്കാലയിടാനെത്തി. പ്രത്യേക ആവശ്യങ്ങളും നിവേദനങ്ങളും ഒന്നും നൽകാറില്ല. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നിറയെ സ്നേഹവും നൽകണം എന്നുള്ളത് മാത്രമാണ് എന്നും പ്രാർത്ഥന. ഇന്നും അത് തന്നെയാണ്. സിനിമാ താരങ്ങളായ അതിഥി രവി, ചിപ്പി, ജലജ എന്നിവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. എനിക്ക് എത്ര വർഷമായെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂൾ സമയം തൊട്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ എല്ലാ വർഷവും ഇടാൻ പറ്റുന്നുണ്ട്. ഇടണം എന്ന് ഒരുപാട് പ്രാർത്ഥനയോടുകൂടിയാണ് അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടാൻ വരുന്നത്. ആദ്യമായിട്ടാണ് ആറ്റുകാലമ്മയ്ക്ക് ഇങ്ങനെ പൊങ്കാല ഇടുന്ന ഫസ്റ്റ് ടൈമാണ്. സന്തോഷം ഇങ്ങനെ ഒരു പൊങ്കാല ഇടാൻ കഴിയുന്നത്. ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം ഇങ്ങനെ എല്ലാവരും ഒത്ത് ചേരാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം. ഇടാൻ പറ്റുന്നതും വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം എല്ലാവർക്കും വന്നാൽ നമുക്കും വരുമല്ലോ. ഒന്നാമത്തെ ഇപ്പോൾ ഒരു യുദ്ധഭീതിയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ലോകസമാധാനം വരട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷും സിനിമാ താരം ബിന്ദുജ മേനോനും അമ്മ പത്മശ്രീ വിമല മേനോനും വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.